പെട്ടെന്ന് വാ. ആ മഴ പെട്ടെന്ന് പെട്ടെന്ന് വാ. കാണോ മഴയല്ലേ എന്തോ നോക്കാം. മഴയ്ക്കാറുണ്ട് ഇല്ലെങ്കിൽ നമുക്കങ്ങ് പോവാം. ഹലോ ഹലോ ആ എന്നാ എവിടാ മഴയും പെയ്യുന്ന നമുക്ക് കിടക്കാൻ പോകാൻ വരാന്ന് പറഞ്ഞു. ആണോ? ഇവിടെ ഇപ്പം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടോ മഴ? അവിടെ നല്ല മഴയാണോ? അറിയാം. ശരി എന്നാ ഞാനും പോയി തിരക്കാം. ഞാനും ഒപ്പിക്കോട്ട് പോയി തിരക്കാം. ശരി ശരി തിരക്കട്ടെ. എന്നാലും അങ്ങനെ വിളിക്കാം. ആ ശരി എന്നാ ശരി ശരി. ഇവിടെ വെച്ചായിരുന്നു ആളിനെ മിസ്സായത്. ഇവിടെ വെച്ചാ രാത്രി ആളിനെ കാണാതായത്. നമുക്കിവിടെ ആർക്കെങ്കിലും ഒന്ന് തിരക്കിയാലോ? ആരെങ്കിലും നോക്കാം. തിരക്കുവാണെങ്കിൽ അറിയാമല്ലോ. ഒരു വിധ പിന്നെ വീടത്തിൽ സംഭവം ഉണ്ടായിരുന്നു. അതെ പിന്നെ ഞാൻ ഇന്നലെ കായംകുളത്തൊരു ഓട്ടം പോയിട്ട് വന്നതായിരുന്നു. അപ്പം പിന്നെ നല്ലാണിക്ക് വെച്ച് ഒരാൾ കൈ കാണിച്ച് കയറി. കൊല്ലത്തുനിന്ന് വരുന്നതാണെന്ന് പറഞ്ഞു. ആറാട്ടുപേര് ഇറങ്ങാനെന്നാ പറഞ്ഞത്. അങ്ങനെ അയാൾ ലിഫ്റ്റ് ഇടിച്ചൊക്കെ കയറി വന്നതെന്നും പറഞ്ഞ് എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ച് ഞാൻ കയറ്റി. പക്ഷേ ചേച്ചി എത്തിയപ്പോഴത്തേക്ക് ആളിനെ കാണുന്നില്ല. ചേട്ടന് വല്ല അറിയാമോ അയാളെ പറ്റി? മനസ്സിലാവുന്നില്ല. എന്തോ വിഷയം അല്ല അതെ അയാളെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഫോട്ടോ കാണിച്ചു. അതൊരു കൂട്ടുകാരനായിട്ട് എനിക്ക് അയച്ചു തന്നെയാ തിരക്കിയപ്പോഴേ. ഇയാളാണ്. ഇയാളാ? ഇയാളെ നിങ്ങൾ കണ്ടോ? ഇയാളെ എൻ്റെ വണ്ടിക്കായിട്ട് കൈ കാണിച്ച് കയറിയതാ. അങ്ങനെ കാണാൻ വഴിയില്ലല്ലോ. കാണുകയാണ്. ഒരു പുള്ളി മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ. തമാശ പറയല്ലേ? കാര്യത്തെ തമാശ പറയല്ലേ കേട്ടോ? കാര്യത്തെ പറഞ്ഞേ. പുള്ളി നിങ്ങളൊന്ന് തിരക്കിയത് നമ്മുടെ സ്റ്റാൻഡ് മുഖ്യാറുടെ കടയുണ്ട്. അവിടുന്ന് കുറച്ചാണ് മുഖ്യാറുടെ കടയുടെ അവിടെ അകത്തോട്ട് നിങ്ങൾ പോയി തിരക്കി. പുള്ളി മരിച്ചിട്ട് 1 വർഷമായി. തിരക്കുന്നു. ശരിയാണ്.
ഹലോ, ധർമ്മയാണല്ലേ? അണ്ണാ മറ്റേ പറഞ്ഞിടത്ത് പോകണ്ടേ? വീട്ടിലുണ്ടോ? ആ ഇല്ല ദേവദാസണ്ണനില്ല. അണ്ണൻ ജോലിക്ക് പോയേക്കുക. നമ്മൾ രണ്ടും കൂടെ പോകാൻ പറഞ്ഞു. ആ ഞാനിപ്പോൾ വീട്ടിലോട്ട് വരാം. ആ ശരി. എന്താ പറയാന്, പെട്ടുപോയാണ്. പെട്ടെന്ന് പോയാ സന്തോഷിന്റെ ഇവിടെ അല്ലേ? ഞാൻ കുറച്ച് തെറ്റൊന്നും വരുക. സന്തോഷം ഉണ്ടോ ഇവിടെ? ഇവിടെ സന്തോഷ് ഇപ്പൊ ഇല്ലല്ലോ. സന്തോഷ് മരിച്ചിട്ട് ഒരു കൊല്ലമായില്ല. ഇവരല്ലേ ഞാൻ പറയത്തുള്ളൂ. എന്റെ മോൻ മരിച്ചെന്ന് കള്ളം പറയാം. എന്റെ മോന്റെ ഫോട്ടോ ആയിരുന്നു. ഈ വെബ് സീരീസ് മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. മാക്സിമം ഷെയർ ചെയ്യാം. ഭയം സത്യമോ അതോ മിഥ്യയോ? ഇന്നും ശാസ്ത്രലോകം തെളിയിക്കാത്തൊരു സംഭവമാണ്. എല്ലാ മതക്കാരും എന്നാൽ ഇതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഭയം എന്ന ഞങ്ങളുടെ വെബ് സീരീസ് സ്വീകരിച്ചതിന് എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ്.